നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ എം ശ്രീലത. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ വൃക്ക തകരാറിലായിട്ട് ഏത് ഘട്ടത്തിലാണ് മാറ്റിവെക്കാനായുള്ള ഡിസിഷൻ എടുക്കുന്നത്? രണ്ട് വൃക്കയുടെയും പ്രവർത്തനം ഒന്നിച്ച് കേടുവരുമ്പോഴാണ് വൃക്ക മാറ്റിവെക്കൽ വേണ്ടി വരിക. അത് സാധാരണ ഒരാളുടെ വൃക്കയ്ക്ക് 100% പ്രവർത്തനം ഉണ്ടാവും. അത് 15% താഴെ ആവുമ്പോഴത്തേക്കും ആ വൃക്ക കൊണ്ട് മാത്രം കാര്യങ്ങൾ സാധിക്കാൻ പറ്റാണ്ടാവുമ്പോഴത്തേക്കും മാറ്റിവെക്കലോ അതല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഡയാലിസിസ് ചികിത്സയോ രോഗിക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഈ കൃത്യമായ മാച്ചിങ് വൃക്ക തന്നെ വേണമെന്നുണ്ട്. ഇതെങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? മാച്ചിങ് ഉള്ള വൃക്കയാണെങ്കിൽ അതിൻ്റെ സർവൈവൽ നല്ലതാണ്. രക്തബന്ധമുള്ള ആരെങ്കിലും വൃക്ക കൊടുക്കുകയാണെങ്കിൽ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, മക്കൾ, ഇവരാണ് രക്തബന്ധം. ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എന്ന് പറയും ഞങ്ങൾ. അങ്ങനത്തെ ആരെങ്കിലും വൃക്ക കൊടുത്താൽ 50% മാച്ചിങ് എന്തായാലും ഉണ്ടാവും. അപ്പോഴത്തേക്കും അതിന് കൂടുതൽ കാലം ആ രോഗിയുടെ സ്വന്തം വൃക്ക മാതിരി അത് ജോലി ചെയ്തോളും. ഒരു പ്രശ്നം ഉണ്ടാവില്ല ഭാവിയിലേക്ക്. അതേസമയം രക്തബന്ധം ഇല്ലാത്ത പുറത്തുനിന്നുള്ള ഒരാളുടെ വൃക്ക എടുത്ത് വെച്ചു കൊടുത്താൽ ശരീരത്തിന് എപ്പോഴും അത് പുതിയൊരു പുറത്തുള്ളൊരു സാധനമാണ്. അതിനെപ്പോഴും റിജക്റ്റ് ചെയ്ത് കളയാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ റിജക്ഷൻ വരാണ്ടിരിക്കാനുള്ള ശക്തി കൂടിയ മരുന്നൊക്കെ കൊടുത്ത് അതിനെ നിർബന്ധമായിട്ട് പിടിച്ചു നിർത്തേണ്ടി വരും നമുക്ക്. രക്തബന്ധമുള്ള വൃക്കയാണെങ്കിൽ രോഗിക്ക് ഭാവിയിലേക്ക് ഒരുപാട് നല്ലതാണ്. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ ഇരിഞ്ഞാലക്കുടയിൽ ആണ് സേവിയറാണ് സംസാരിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ സേവിയർ. ഡോക്ടറെ, പറഞ്ഞോളോ. അതായത് എനിക്ക് ഡയബറ്റിക്സ് ഉണ്ടായിരുന്നു. ഡയബറ്റിക്സ് എനിക്ക് ഫോറിനിലെ കുവൈറ്റിൽ വെച്ച് ഉണ്ടായേ. അതിനുശേഷം ഞാൻ കാല് പെട്ടെന്ന് തന്നെ വീർത്ത് ചെമ്പരത്തി കളറായി. അങ്ങനെ തൃശ്ശൂര് ജൂബിലി മിഷനിൽ വന്ന് അത് കാലിന്റെ 2 വിരലുകളും കട്ട് ചെയ്തിട്ട് ഇപ്പോ ഇടക്കിട്ടാണ് അതിന് നീര് കാണുന്നത്. നേരം വെളുക്കുമ്പോ നീരില്ല, നേരം വൈകുന്നേരം നീര് വന്നു. അതിങ്ങനെ തുടർന്നായിട്ട് ഇപ്പൊ 8 കൊല്ലമായി എനിക്ക് കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഞാൻ ഈ ക്രിയാറ്റിൻ എന്ന് പറഞ്ഞ സംഗതി ടെസ്റ്റ് ചെയ്യുമ്പോ അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ 9.2 ആയിട്ടുണ്ട്. അപ്പൊ നല്ലോണം കൂടുതലാണല്ലോ. അതെ, നല്ലോണം കൂടുതലാണ്. അത് എനിക്ക് അങ്ങനെ ക്ഷീണം തോന്നിക്കുന്നില്ല. ക്ഷീണം, പക്ഷെ എനിക്ക് ഇടയ്ക്കിട്ട് ഛർദിക്കാൻ വരും, വൊമിറ്റ് ചെയ്യാൻ വരും. അതെ, ക്രിയാറ്റിൻ 9 ഒക്കെ ആയി കഴിഞ്ഞാൽ ഏകദേശം ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങേണ്ട അല്ലെങ്കിൽ മാറ്റിവെക്കേണ്ട കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ട സമയമായി. ഈ ഛർദിക്കാൻ വരുന്നതും ഭക്ഷണത്തിനോടുള്ള വേണ്ടായൊക്കെ അത് കൂടി നിൽക്കുന്നതിന്റെ ഒരു ലക്ഷണമാണ്. അതെ, ഭക്ഷണം എനിക്ക് വേണ്ട, ശരിയാണ് ഡോക്ടർ പറഞ്ഞത്. അതെ, ഭക്ഷണം എനിക്ക് അധികം കഴിക്കാൻ പറ്റുന്നില്ല. ഷുഗർ ഉള്ള ആളായതുകൊണ്ട് അധികം അസുഖങ്ങൾ വരാൻ കാത്തു നിൽക്കണ്ട. അത് ഈ വൊമിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വൊമിറ്റ് ചെയ്തിട്ട് പോണില്ല. അതെ, അത് വൊമിറ്റിംഗ് ഉണ്ടോ, വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടോ ഒന്നും വലിയ വ്യത്യാസമുള്ള കാര്യങ്ങളല്ല. വൊമിറ്റിംഗ് ആ ഭക്ഷണത്തിനോടുള്ള മടുപ്പ് വരാൻ തുടങ്ങിയാൽ തന്നെ ഇത് കൂടിയതിന്റെ ഒരു സൂചനയാണ്. ബ്ലഡ് യൂറിയ ഞാൻ കുറച്ച് കൊണ്ടുവന്നത് 80 ആക്കി. 40 ആണല്ലോ ബ്ലഡ് യൂറിയയുടെ അളവ്. അതെ, ബ്ലഡ് യൂറിയക്കാളും പ്രധാനം ആ ക്രിയാറ്റിന്റെ വാല്യൂ ആണ്. പക്ഷെ ഞാൻ ടാബ്ലറ്റ് സ്ഥിരമായിട്ട് നെഫ്രോ ഡോക്ടറെ കണ്ടിട്ട് കഴിക്കുന്നുണ്ട് തൃശ്ശൂർ ജൂബിലില്. എന്നാലും ഡയബറ്റിസ് കൊണ്ട് കിഡ്നിക്ക് കേടുവന്ന അതിന് പതുക്കനെ പ്രോഗ്രസ് ചെയ്യാനുള്ള പ്രവണത കൂടുതലാ. സാവധാനം കൂടി വരും. അത് അവസാനം ഡയാലിസിസ് ചെയ്യാൻ മാറ്റിവെക്കുക ലെവലിൽ എത്തും. അത് സ്കാൻ ചെയ്തപ്പോ എന്നോട് ഡോക്ടർ പറഞ്ഞത് ഒരു കിഡ്നി എന്റെ ചുങ്ങിന്ന് നിൽക്കുന്ന പറഞ്ഞ ചെറുതായിട്ട്. അതെ, ഷുഗർ ഉള്ള ആൾക്കാർക്ക് രക്തോട്ടത്തിന്റെ തടസ്സം കാരണം ഉണ്ടാവുന്ന ഒരു വ്യത്യാസം അത്. പിന്നെ പോരാത്തതിന് ഗ്യാസ് ഫോം ചെയ്യും. എനിക്ക് അസ്വസ്ഥത വരുന്നുണ്ട്. ഈ പറയുന്നതൊക്കെ ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങേണ്ടതിന്റെ സൂചനയാണ്. പേടിയാവുന്നു ഡോക്ടർ. പേടിക്കാനൊന്നുമില്ല. അത് ചെയ്യാണ്ട് വെച്ചോണ്ടിരിക്കുമ്പോഴാണ് വേറെ സൂക്കേടുകൾ വരിക. അതെ, ദാഹം കൂടുക, അങ്ങനെയുള്ള അസുഖങ്ങളാണ് വരുന്നത്. അത് ഡോക്ടറുടെ അഭിപ്രായ പ്രകാരം വേണ്ടത് ചെയ്യാൻ തുടങ്ങിക്കോളോ. ഡോക്ടറെ എല്ലാ മാസവും കാണുന്നുണ്ട് ഡോക്ടറെ. ഇപ്പൊ എനിക്ക് 9.2 വരാൻ കാരണം വേറെ സംഗതി ഉണ്ടായി ഡോക്ടറെ. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചു. ഈ വാട്ടർമെലോൺ അതൊന്നും കഴിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. പിന്നെന്തിനാ അത് കഴിച്ച് സൂക്കേട് കൂട്ടണേ?
അത് പറ്റിപ്പോയി. സാരല്ലേ, ഇനിയിപ്പോ അടുത്ത പടി നോക്കുക. വിളിച്ചതിന് നന്ദി ഡോക്ടർ. മറ്റൊരു കോളും കൂടി ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. രാജൻ പറഞ്ഞോളോ. ഹലോ, ആ പറയൂ. രാജൻ പറയൂ. അത് വേറെ ഒരു സംശയം. പിന്നെ വടകര എന്നാണ് വിളിക്കുന്ന രാജൻ. അത് വൃക്ക മാറ്റി വീഴ്ചയില് മെഡിക്കൽ കോളേജില് സൗജന്യമായി ചെയ്യുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ 986 മുതൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന ചികിത്സയാണ്. എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ച ദിവസം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കുക. സാമ്പത്തിക ചെലവ് ഇപ്പോൾ ഒരുപാട് ഗവൺമെന്റിന്റെ സഹായങ്ങളുണ്ട്. നിങ്ങൾ പഞ്ചായത്തിൽ പോയിട്ട് ഇൻഷുറൻസ് കാർഡാക്കിയാൽ ഒരു കൊല്ലം 1 ലക്ഷം റുപ്യ അതിൽ ഇൻഷുറൻസിൽ ഫ്രീ ആയിട്ട് ചികിത്സയ്ക്ക് ചെലവാക്കാം. അത് കൊല്ലം കൊല്ലം പുതുക്കുകയും ചെയ്യാം. കൂടാണ്ട് കാരുണ്യ ലോട്ടറിയുടെ 2 ലക്ഷം രൂപ എല്ലാ വൃക്ക മാറ്റുന്ന രോഗികൾക്കും കിട്ടുന്നുണ്ട്. അപ്പൊ മെഡിക്കൽ കോളേജിൽ ചെയ്യാൻ സാമ്പത്തിക ചെലവ് ഇല്ല അപ്പോ. അതെ, ശരി. വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഈ വൃക്ക തകരാറിലാവുന്ന കൂടുതലായി കണ്ടുവരുന്ന കാരണം ഡയബറ്റിസ് തന്നെയാണോ? ഏറ്റവും പ്രധാന കാരണം ഡയബറ്റിസ്. 100 ആൾക്ക് വൃക്ക സ്തംഭനം വന്നാൽ അതിൽ 50 ആളുടെ വൃക്ക രോഗവും വന്നത് ഡയബറ്റിസ് കാരണം. അൺകൺട്രോൾഡ് ഡയബറ്റിസ്, ദാറ്റ് ഈസ് ദി ഏറ്റവും കോമൺ കോസ്. 25% അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ. BP ഉള്ള ആൾക്കാർ അതിന് കൃത്യമായിട്ട് മരുന്ന് ചെയ്യില്ല. BP കുറേ കൊല്ലം കൂടി നിൽക്കും, കിഡ്നി കേടാവും. ബാക്കി ഒരു 25% സൂക്കേട് മാത്രമേ വൃക്കയ്ക്കായിട്ടുള്ളൊരു സൂക്കേട് വന്ന് അതിന് കേടുവന്ന് പ്രശ്നമാക്കുന്നുള്ളൂ. അപ്പോൾ 75% വൃക്ക രോഗവും പ്രിവെന്റബിൾ ആണ്. അതുള്ള രോഗി അതിന് കൃത്യം മരുന്ന് കഴിച്ചാൽ അതൊരു വൃക്കയും ബാധിക്കില്ല. ഈ ക്രിയാറ്റിൻ ലെവൽ കൂടുന്നതുകൊണ്ടുള്ള അപകടം എന്തൊക്കെയാണ്? വൃക്കയുടെ പ്രവർത്തനം മോശമായി വരുന്നതിന്റെ ഒരു ടെസ്റ്റാണ് ഈ ക്രിയാറ്റിൻ. അത് കൂടി വരുന്നതിനനുസരിച്ച് വൃക്ക കേടായിക്കൊണ്ടിരിക്കുന്നു. മെയിൻറ്റെയിൻ ചെയ്യേണ്ട ലെവൽ എത്രയാണ്? നോർമൽ ലെവൽ 1ന്റെ താഴെ. നോർമൽ ലെവൽ 1ന്റെ താഴെ. 1.5ന്റെ മേലെ ആയാൽ വൃക്കയ്ക്ക് 50% ഡാമേജ് ആയി. ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നേരത്തെ നമ്മൾ ഡോണറിനെ കുറിച്ച് സംസാരിച്ചു. ഇതിന് വൃക്ക ദാനം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോണർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടോ? വൃക്ക ദാനം ചെയ്യുന്നത് കൊണ്ട്, ഒരു വൃക്ക ദാനം ചെയ്യുന്നതുകൊണ്ട് ദാനം ചെയ്ത ആൾക്ക് ഒരു അസുഖവും ഇല്ല. കാരണം ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ജീവിക്കാൻ ഒരു വൃക്ക മതി. മറ്റേ വൃക്ക രോഗിക്ക് കൊടുത്തതെന്ന് വെച്ചിട്ട് കൊടുക്കുന്ന ആൾക്ക് 100% ഒരാരോഗ്യ പ്രശ്നമില്ല. അവർക്ക് ജോലി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. എന്ത് അധ്വാനമുള്ള ജോലി വേണമെങ്കിൽ ചെയ്യാം. സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 3 ആഴ്ചയിലത്തെ സർജറിയുടെ ഭാഗമായിട്ടുള്ള ഒരു റെസ്റ്റ് കഴിഞ്ഞ് അവർക്ക് അവരുടെ റുട്ടീൻ എല്ലാ ജോലികളും അതിനനുസരിച്ച് ചെയ്യാം. നമ്മൾ സാധാരണ ഒരു 5 കൊല്ലം കൂടുമ്പോൾ ഈ ഡോണർമാരുടെ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കും. 2 വൃക്കം ചെയ്യുന്ന ജോലി ഒരു വൃക്ക ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും വയ്യായ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അല്ലാതെ അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്രശ്നവും ഭാവിയിലില്ല. എത്രത്തോളം ആരോഗ്യം അല്ലെങ്കിൽ എന്ത് പാരാമീറ്റർ ആണ് ഇങ്ങനെ ഒരു ഡോണറിനെ സെലക്ട് ചെയ്യുന്നത്? ഏറ്റവും ആദ്യം നമ്മൾ നോക്കുക രക്തഗ്രൂപ്പ് മാച്ച് ഉണ്ടോ എന്നുള്ളത്. രക്തഗ്രൂപ്പ് മാച്ച് ആവണം. ഏജ് സാധാരണ 55 വയസ്സിന്റെ ചോട്. 55 മുതൽ 60 വയസ്സ് വരെ വേറെ 100% ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ടെസ്റ്റുകളിലെല്ലാം ഓക്കെ ആണെങ്കിൽ 60 വയസ്സ് വരെയുള്ള ഡോണറുടെ കിഡ്നി എടുക്കും നമ്മൾ. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഇത് റജീന. ഡോക്ടറോട് ചോദിച്ചോളൂ. റജീന പറയൂ. ഹലോ, എന്റെ മോനെ 14 വയസ്സായിരിക്കുന്നു. അപ്പൊ അവന് മുഖത്തും ആകെ ഇങ്ങനെ നീര് വന്നു. ചില ദിവസങ്ങളിൽ ഇങ്ങനെ നീര് വരും. അപ്പൊ ഇവിടെ ഡോക്ടറെ കാണിച്ചപ്പോ റിസൾട്ടില് 9.2 കിഡ്നിക്ക് തകരാറാണ് മെഡിക്കൽ കോളേജിൽ കിട്ടും. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അന്നത്തെ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞാണ്ട് ഞങ്ങൾ മടങ്ങി. ഇപ്പൊ വീണ്ടും മുഖത്തൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ നീര് വരുന്നുണ്ട്. അതേപോലെ വയറ്, നെഞ്ച് ഇതൊക്കെ ഇങ്ങനെ തടി കൂടി വെക്കണം. തടി ഇല്ലാത്ത ആളാണ്. 9.2 എന്ന് പറഞ്ഞത് എന്തായിരുന്നു? കിഡ്നിന്റെ ടെസ്റ്റ് നടത്തിയതാണെന്നാ പറഞ്ഞത്. അത് പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് അറിയണില്ല. 9.2 ഉള്ള ആളുടെ സൂക്കേട് മാറി എന്ന് പറഞ്ഞ് കുട്ടിയെ പറഞ്ഞയക്കാൻ സാധ്യതയില്ല. അത് പിന്നെ ആ ടെസ്റ്റ് തന്നെ ചെയ്ത് നോക്കുമ്പോ അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ 9.2 തെറ്റായിരിക്കണം. തെറ്റായിരിക്കണം. ഇവിടുന്ന് സാധ്യത അങ്ങനെയാണ്.
സാധ്യത. ഇപ്പൊ എന്നാലും പിന്നെയും നീര് വരുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ കൊണ്ടുവന്ന് ചെക്കപ്പ് നടത്തിക്കോളൂ, അതാ നല്ലത്. ചെറിയ കുട്ടിയല്ലേ? അതെ, അപ്പൊ ഒന്ന് കൊടുങ്ങാണ് ടെസ്റ്റ് കൊണ്ടുവന്നോളൂ. ഒന്നും കൂടെ ടെസ്റ്റ് ചെക്കപ്പ് നടത്തുന്നതിൽ തെറ്റില്ല. ഡോക്ടർ എന്നാ ഉണ്ടാകുക? തിങ്കളാഴ്ച ദിവസം മെഡിക്കൽ കോളേജിൽ കിഡ്നിയുടെ OP-യിലേക്ക് കൊണ്ടുവന്നോളൂ. ഓ ശരി, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ കുട്ടികളിൽ ഉണ്ടാവുന്ന വൃക്ക തകരാറ് ഇതെന്തുകൊണ്ടുണ്ടാവുന്നതാണ്? കുട്ടികളിലുണ്ടാവുന്ന വൃക്കരോഗം ഒരു 50% ജനന വൈകല്യങ്ങളാണ്. ജനിക്കുമ്പോഴേ ഒരു കിഡ്നി ഉള്ളൂ, അല്ലെങ്കിൽ ഒരു കിഡ്നിക്ക് ബ്ലോക്ക്, അല്ലെങ്കിൽ അതിൽ വേണ്ടത്ര ഫങ്ഷനിങ് സാധനം ഇല്ല, അങ്ങനെ ജന്മനാലെ ഉള്ള വ്യത്യാസങ്ങളാണ് പ്രധാനം 50%. ബാക്കി 50% നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു സൂക്കേടുണ്ട്. മൂത്രത്തിൽ കൂടെ ഒരുപാട് ആൽബുമിൻ ലീക്ക് ആവുന്ന തരം. അതാണ് വേറൊരു പ്രധാന ഗ്രൂപ്പ് ഓഫ് സൂക്കേടുകൾ. പിന്നെയും പാരമ്പര്യമായിട്ട് വരുന്ന വളരെ ചെറിയൊരു പെർസെൻറ്റേജ് അസുഖങ്ങളും കുട്ടികൾക്ക് കാണാറുണ്ട്. എന്ത് രീതിയിലാണ് ഈ ശസ്ത്രക്രിയ? ലാപ്രോസ്കോപ്പി ആയാലും ഓപ്പൺ സർജറി? സാധാരണ ചെയ്യുന്നത് ഓപ്പൺ സർജറിയാണ്. മെഡിക്കൽ കോളേജിൽ ചെയ്യുന്നതും ഓപ്പൺ സർജറിയാണ്. പക്ഷെ പ്രധാന പ്രൈവറ്റ് ആശുപത്രികളിലൊക്കെ ഇപ്പോൾ ഡോണറുടെ സർജറി ലാപ്രോസ്കോപ്പി വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോണർക്ക് വളരെ ചെറിയ വൂണ്ടേ ഉണ്ടാവുള്ളൂ. ഒരു അന്ന് തന്നെ വൈകുന്നേരമോ പിറ്റേ ദിവസമോ ഡിസ്ചാർജ് ആവാം. അവർക്ക് കുറേയും കൂടെ മോർബിഡിറ്റി കുറവാണ് ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ. പ്രൈവറ്റ് ആശുപത്രികളൊക്കെ ഇപ്പോൾ യൂഷ്വലി ലാപ്രോസ്കോപ്പിക് ഡോണർ നെഫ്രക്ടമിയാണ് ചെയ്യുക. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ. ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? തങ്കം, കോഴിക്കോട്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ. എന്റെ മോന് കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതാണ്. എന്റെ മോന് കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതാണ്. ആരാത്? ഇത് കോഴിക്കോട് തങ്കം. മോന്റെ പേരെന്താ? ഷാലീഷ്. എവിടെന്നാ ചെയ്തേ? അമൃത ഹോസ്പിറ്റൽ, എറണാകുളം. എന്നിട്ടോ? 5 കൊല്ലം കഴിഞ്ഞിപ്പോ അനിയനാ നിദാനം ചെയ്തു. അതെ. ഇപ്പൊ എന്താ അവന് കുഴപ്പമെന്താ? ഇപ്പം പ്രശ്നമൊന്നുമില്ല. മരുന്ന് പാൻഗ്രാഫ്, നിക്കാഡിയ, അർക്കമിൻ, സോറാൻ, മരുന്നുകളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കണം. ഡോക്ടറുടെ കൃത്യമായിട്ട് ചെക്കപ്പ് എടുക്കാൻ വേണം. മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കുകയും വേണം, വെച്ച കിഡ്നിക്ക് കേട് വരാണ്ടിരിക്കാൻ. അത് ചെക്കപ്പ് ശരിക്കും ചെയ്യുന്നുണ്ട്. പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കൂല, വീട്ടിലെ ഭക്ഷണം. അതെ, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇതിൽ നിർത്താവനെ, അത്രേ വേണ്ടൂ. അനിയന്റെ കിഡ്നി ആയതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല. അനിയൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഡോണർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, പേടിക്കണ്ട. മോൻ 5 കൊല്ലം കഴിഞ്ഞു. ഇനി അവന് കല്യാണം കഴിക്കുന്നില്ല, എന്തെങ്കിലും ഒരു പ്രശ്നമില്ല. 1.5 കൊല്ലം കഴിഞ്ഞാൽ കല്യാണം കഴിക്കാം. ശരി, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, വൃക്ക സ്വീകരിച്ച ആള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വൃക്ക സ്വീകരിച്ച ആള് ആദ്യത്തെ 6 മാസം വളരെ ചിട്ടയില്, അണുബാധ വരാണ്ട്, ഒരുപാട് യാത്രകളൊക്കെ ഒഴിവാക്കി അങ്ങനെ നിൽക്കണം. മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കണം. പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞു അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് ആകുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ കുട്ടികൾ മരുന്ന് നിർത്തും. മരുന്ന് നിർത്തിയാൽ റിജക്ഷൻ ഉറപ്പാണ്. അപ്പം മരുന്ന് ലൈഫ് ലോങ് ആണ്. മെഡിസിൻസ് ലൈഫ് ലോങ് ആണ്. മെഡിസിൻ ഒരു നേരം തെറ്റാണ്ട്, 1 മണിക്കൂർ തെറ്റാണ്ട് മരുന്ന് കഴിക്കണം. ഒരുവിധം നല്ല ചിട്ടയിലുള്ള ഒരു ജീവിതശൈലിയും കൂടി ആയി കഴിഞ്ഞ് വൃക്ക മാറ്റിവെച്ച രോഗിക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നോർമൽ ലൈഫാണ്. ഫോളോ അപ്പ് എത്ര കാലം കൂടുമ്പോഴാണ്? ഫോളോ അപ്പ് ആദ്യത്തെ 1 കൊല്ലം ഞങ്ങൾ വൺസ് ഇൻ എ മന്ത് ചെക്കപ്പ് ചെയ്യും. ആദ്യത്തെ ഇമ്മീഡിയറ്റ്ലി ആഴ്ചയ്ക്ക് ഒരിക്കൽ, 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ, അങ്ങനെ. പിന്നെ 6 മന്ത്സ് കഴിഞ്ഞാൽ മന്ത്ലി വൺസ്. അത് കഴിഞ്ഞ് വൺസ് ഇൻ 3 മന്ത്സ് റെഗുലറായിട്ട് ചെക്കപ്പ് എടുക്കണം. 5 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ ഒരു വൺസ് ഇൻ 6 മന്ത്സ് ഒക്കെ ആയിട്ട് കുറയും അത്. ബ്രേക്ക് എടുത്ത് ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. ലൈജു പറഞ്ഞോളൂ. മാഡം നമസ്കാരം. നമസ്കാരം. ഞാൻ ഓപ്പറേഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ജോലികൾ എടുക്കാൻ പറ്റുമെന്നുള്ള അറിയാൻ പറ്റില്ല. ഓപ്പറേഷന് ശേഷം ഒരു 6 മാസം ജോലിക്ക് പോണ്ട. ജോലി എന്താ മുമ്പ് ചെയ്തായിരുന്നേ? ഇന്റീരിയർ ഡെക്കറേഷൻ പണിയാണ്. ഇന്റീരിയർ ഡെക്കറേഷൻ കുറച്ച് പൊടിയൊക്കെ ഉള്ളതാണ് അപ്പൊ അല്ലേ? പൊടി നന്നായിട്ടുള്ള പൊടി. അതെ അതെ. അപ്പൊ ഒരു 6 മാസം പോണ്ട. 6 മാസം നമുക്ക് ശക്തി കൂടിയ മരുന്നുകൾ കഴിക്കുമ്പോൾ അണുബാധയ്ക്കുള്ള സാധ്യത കൂടുതലാ. അപ്പൊ 6 മാസം കഴിഞ്ഞ് മരുന്നിന്റെ അളവൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പ് ചെയ്തിരുന്ന ജോലിയെല്ലാം ചെയ്യാം.
വെയിറ്റ് ഒന്നും എടുക്കുന്നതിന് പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല, നോർമൽ ലൈഫാണ്. അതെ അല്ലേ? ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് ഓപ്പറേഷൻ നടത്തിക്കോളാം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ശസ്ത്രക്രിയക്ക് മുൻപേ ഉള്ള പ്രൊസീജിയേഴ്സ് ഒന്ന് വിശദീകരിച്ചു തരാം. ശസ്ത്രക്രിയക്ക് മുമ്പ് നമ്മൾ സാധാരണ രക്തഗ്രൂപ്പ് മാച്ചിങ് നോക്കും. അതിൻ്റെ കൂടെ അടുത്ത പിന്നെ ബാക്കി അവയവങ്ങളുടെ എല്ലാ ചെക്കപ്പും നടത്തും. വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളിലുണ്ടോ, അണുബാധകളുണ്ടോ, ഹാർട്ടിൻ്റെ ചെക്കപ്പ്, യൂറോളജിയുടെ ചെക്കപ്പ്, അതൊക്കെയാണ് പ്രധാനമായിട്ട് നോക്കുക. അത് കഴിഞ്ഞാൽ അടുത്തത് HLA മാച്ചിങ് എന്ന് പറഞ്ഞിട്ട് ഈ രോഗിയുടെ ശരീരവും ഡോണറുടെ കിഡ്നിയും തമ്മിലുള്ള മാച്ചിങ് എത്ര ഉണ്ടെന്ന് അറിയാൻ. അത് മിനിമം 50% മാച്ചിങ് ഉണ്ടെങ്കിലാണ് നല്ല റിസൾട്ട്. അത് രണ്ടുമാണ് പ്രധാന ഡോണറും റെസിപ്പിയൻറ്റും തമ്മിലുള്ള ബന്ധം അറിയാനുള്ള ചെക്കപ്പ്. അത് കഴിഞ്ഞ് റുട്ടീൻ ടെസ്റ്റുകൾ, എല്ലാ അവയവങ്ങളുടെ ഫംഗ്ഷൻ എത്രത്തോളം ഉണ്ട്, ആഡിക്വറ്റ് അല്ലേ എന്നൊക്കെ അറിയാനുള്ള ടെസ്റ്റ് അത്രേ ആവശ്യമുള്ളൂ. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ, ബോംബെ നിന്നാണ് വിളിക്കുന്നത് ഡോക്ടർ. എൻ്റെ പേര് ശോഭ. ഡോക്ടർ, എനിക്കൊന്ന് അറിയാനുള്ളത്, എന്നെ അനുജൻ ഇപ്പൊ ഈയിടെ 2-3 ദിവസം മുമ്പ് എന്നെ വിളിച്ചപ്പോ പറഞ്ഞു അവൻ 2-3 മാസം മുമ്പ് ടെസ്റ്റ് ചെയ്തപ്പോ അവന് ഒരു കിഡ്നിയേ ഉള്ളൂ എന്നാണ് ആ ടെസ്റ്റിൽ അറിയാൻ കഴിഞ്ഞതെന്ന്. അയാള് ബാങ്കിലാ വർക്ക് ചെയ്യണേ. മെഡിക്കൽ ടെസ്റ്റ് വന്ന സമയത്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു അവൻ അത് ആർക്കും അറിയില്ല വീട്ടില്, എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു കിഡ്നിയാണ് എനിക്ക്. അത് അറിയാൻ പാടില്ലാത്ത കാര്യമൊന്നുമല്ല, അത് കുഴപ്പമുള്ളതൊന്നുമല്ല. അതിന് അല്ല, അവന് എന്നാലും ഒരു പേടി, വീട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ ആകെ ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞിട്ട്. അവന് ജനിക്കുമ്പോഴേ ഒരു കിഡ്നി ഉണ്ടാവുള്ളൂ, അത് അസുഖമൊന്നുമല്ല. അസുഖമൊന്നുമല്ലല്ലോ. അവന് ഒരു കിഡ്നി സുഖം വരില്ല. അതെല്ലേ? അത് പ്രമാണിച്ച് ഒരു കിഡ്നി ഉള്ളൂ എന്നുള്ള പ്രമാണിച്ച് ഒരു സുഖം വരില്ല. ആൾക്ക് ഇപ്പൊ 8-9 കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളൊന്നും ആയില്ല. അപ്പൊ എല്ലാം കൂടി അതൊന്നും ഇതുകൊണ്ടൊന്നും അല്ലേ, ഒന്നുമല്ല. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ വൃക്ക സ്വീകരിക്കുമ്പോൾ റിജക്ഷൻ ഉണ്ടാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? റിജക്ഷൻ ഉണ്ടാവാനുള്ള പ്രധാന കാരണം ഈ വൃക്ക ഡോണറും രോഗിയും തമ്മിലുള്ള മാച്ചിങ് കുറവാണ്. പിന്നെ അത് മാച്ചിങ് കുറവുള്ള രോഗികൾക്ക് നമ്മൾ റിജക്ഷൻ വരാണ്ടിരിക്കാൻ വില കൂടിയ ഇഞ്ചക്ഷൻ, ഞങ്ങൾ ഇൻജക്ഷൻ എന്ന് പറയും, അതൊക്കെ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടാണ് മാറ്റി ഓപ്പറേഷൻ നടത്തുക. എന്നാലും റിജക്ഷനുള്ള സാധ്യത കുറച്ച് അവിടെ ഉണ്ട്. ഏതായാലും വേറൊരാളുടെ അവയവല്ലേ, നമ്മുടെ ശരീരത്തെ സ്വീകരിച്ചോളം നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പൊ എത്ര ലൈവ് റിലേറ്റഡ് ഡോണർ ആണെങ്കിലും അതിന്റെ നമ്മൾ 1 year സർവൈവൽ പറയുന്നത് 95% ആണ്. അപ്പോഴുണ്ട് 5 ആൾക്ക് പ്രശ്നം വരില്ല. അപ്പൊ 100% പ്രഡിക്റ്റബിൾ ഒന്നുമല്ല, എന്നാലും 95% പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ കുറച്ചങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ 1 കൊല്ലം കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞൊക്കെ റിജക്ഷൻ വരുന്നത് പ്രധാനമായിട്ട് മരുന്ന് തെറ്റിക്കുന്നുണ്ടോ. മരുന്ന് അസുഖം കാണാണ്ട് നമുക്ക് 1 ദിവസം കഴിച്ചില്ല, 2 ദിവസം കഴിച്ചില്ല, വേറെ കാരണങ്ങൾ, 1 ദിവസം മരുന്ന് തെറ്റിയോ റിജക്ഷൻ ഉറപ്പാണ്. പ്രധാന കാരണം മരുന്നിലുള്ള ക്രമക്കേടാണ്. മരണാനന്തരം വൃക്കദാനം ചെയ്യുന്നതിനെ കുറിച്ചൊന്ന് വിശദീകരിച്ചു. മരണാനന്തരം അത് 2012 തൊട്ട് കേരള ഗവൺമെന്റ് ഏറ്റെടുത്ത് ഉയർത്തിക്കൊണ്ടുവന്ന വളരെ നല്ലൊരു പ്രോജക്റ്റാണ്. മൃതസഞ്ജീവനി എന്നാണ് അതിന്റെ പേര്. മരിച്ചതിന് ശേഷം അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക. ബ്രെയിൻ ഡെത്ത് എല്ലാ മരിച്ചവർക്കും കൊടുക്കാൻ പറ്റില്ല. ബ്രെയിൻ ഡെത്ത് കാരണം മരിക്കുന്നവര്, ബ്രെയിൻ ഡെത്ത് കാരണം മരിക്കുന്നത് സാധാരണ ആക്സിഡന്റ് കഴിയും, തലയടിച്ച് വീഴുമ്പോൾ ആക്സിഡന്റ് അല്ലെങ്കിൽ സ്ട്രോക്ക്, ഇത് രണ്ടുമാണ് കോമൺ കോസ്. ഒരു 5% ബ്രെയിൻ ഡെത്ത് ആയിട്ട് ആൾക്കാർ മരിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പറയും നമ്മൾ മരിക്കുകയാണെങ്കിൽ ബ്രെയിൻ ഡെത്ത് ആയിട്ട് മരിക്കുന്നതിനും വേണം ഒരു ഭാഗ്യം എന്ന്. അപ്പോൾ എന്നാലേ അവയവങ്ങൾ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ മരിച്ചതിന് ശേഷം ആ അവയവങ്ങൾ കിഡ്നി 2 ആൾക്ക് കൊടുക്കാം, ലിവർ 1 ആൾക്ക് കൊടുക്കാം, ഹാർട്ട് കൊടുക്കാം, 2 ശ്വാസകോശം കൊടുക്കാം. എല്ലാ അവയവങ്ങളും ആവശ്യമുള്ള അവയവങ്ങളുടെ ക്ഷാമം കാരണം മരണപ്പെടുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരാണ് നമ്മുടെ ഇടയിൽ. അപ്പൊ നമ്മൾ ഈ അവയവങ്ങൾ വെച്ചോണ്ട് ദൈവത്തിന്റെ അടുത്ത് പോകണമെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ ദൈവം പറയണ അവയവങ്ങൾ ഭൂമിയിലുള്ള ആൾക്കാർക്കാണ് ആവശ്യം, അത് കൊടുത്തിട്ട് അങ്ങോട്ട് ചെന്നാൽ അതാണ് നല്ലത് എന്ന്. അപ്പൊ അത് നമ്മൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഗവൺമെന്റ് അതിനുവേണ്ടി ഒരു വെബ്സൈറ്റ് തന്നെ തുടങ്ങിയിട്ടുണ്ട്, കേരള നെറ്റ്വർക്ക് ഓഫ് ഓർഗൻ ഷെയറിംഗ് എന്ന് പറഞ്ഞിട്ട്. അത് പബ്ലിക്കിന് ഓപ്പൺ ആണ്, വളരെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള നല്ലൊരു പദ്ധതിയാണ്. നമുക്ക് രോഗിക്ക് ഏത് ആശുപത്രി വഴിയും ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന ഏത് ആശുപത്രി വഴി അതിൽ രജിസ്റ്റർ ചെയ്യാം. അത് ആ സീനിയോറിറ്റി ഓർഡർ അനുസരിച്ച് സ്റ്റേറ്റ് ഒരു നോഡൽ ഓഫീസർ ഉണ്ട്, ഡോക്ടർ നോബിൾ ആണത്. അപ്പൊ അദ്ദേഹമാണ് തീരുമാനിക്കുക. ഒരു ഡോണർ ഉണ്ട്, ഞാൻ ഇന്നലെയും കൂടെ ഒരു ഡോണറുടെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് വരിക, അദ്ദേഹമാണ് തീരുമാനിക്കുക അടുത്ത കിഡ്നി ഇന്ന ആശുപത്രിയിലത്തെ ഇന്ന രോഗിക്കാണ് പോവുക. അപ്പൊ അത് ആ ക്രമം തെറ്റിയിട്ടാ കൊടുത്തക്കണെന്ന് വെച്ചാൽ പൊതുജനത്തിന് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാം, അത്രയും ഓപ്പൺ ആണ്. രജിസ്ട്രേഷൻ അനുസരിച്ച് നമുക്ക് അതിൽ രജിസ്റ്റർ ചെയ്തിടണം. അപ്പൊ ഓർഡർ അനുസരിച്ച് സീനിയോറിറ്റി അനുസരിച്ച്
രക്തഗ്രൂപ്പിന് വേറെ വേറെ രജിസ്ട്രേഷനാണ് ഓരോ രക്തഗ്രൂപ്പിനും. ഇപ്പോൾ O ഗ്രൂപ്പുള്ള ഡോണർ വന്നാൽ O ഗ്രൂപ്പിൽ മേലെയുള്ള ആൾക്ക് കിട്ടും. അത് ഗവൺമെന്റ് എവിടെ പ്രൈവറ്റ് ആശുപത്രിയിൽ ഒരു രോഗി മരിച്ചാലും ഒരു കിഡ്നി ആ സോണിലുള്ള ഗവൺമെന്റ് ആശുപത്രിയിലത്തെ പാവപ്പെട്ട രോഗിക്ക് കൊടുക്കും. അതുകൊണ്ടാണ് ഗവൺമെന്റ് അതിന് പ്രാധാന്യം കൊടുത്ത് അണ്ടർ ഗവൺമെന്റ് കൺട്രോളിൽ നിർത്തിയിരിക്കുന്നത്. വളരെ നല്ലൊരു പ്രോജക്റ്റാണ്. 2012 തുടങ്ങിയത്. ഇപ്പോൾ 2016 മാർച്ച് മാസം ആകുമ്പോൾ തന്നെ ഏകദേശം 22 ഡോണർമാർ അവയവങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഓരോ കൊല്ലം ചെല്ലുന്നതിനനുസരിച്ച് അത് ഡബിൾ ചെയ്തുകൊണ്ട് വരിക. അപ്പം നമ്മൾ അതിന് പെരിഫറിയിലൊക്കെ പോയിട്ട് അതിൻ്റെ ഒരു അവയർനെസ് ക്ലാസ് എടുത്തു കൊടുക്കും, ആൾക്കാർക്ക് അറിയാൻ വേണ്ടി, സംശയങ്ങൾ തീർത്തു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അത് വളരെ ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ളൊരു സംഗതിയാണ്. ഈ ഡയാലിസിസ് ചെയ്യുന്നത് കൊണ്ടാണോ അതോ ട്രാൻസ്പ്ലാന്റ് ചെയ്താലാണോ ഈ ലൈഫ് സ്പാൻ കൂടുന്നത്? ഏറ്റവും നല്ല 2 കിഡ്നിയും തകരാറിലായ ഏറ്റവും നല്ല ചികിത്സ വൃക്ക മാറ്റിവെക്കൽ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. സംശയമൊന്നുമില്ല അതിന്. ഒരു 100 ആളെ ഡയാലിസിസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ അവർ 5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും 100 ആളിൽ 30-40 ആളെ ജീവിച്ചിരിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ബാക്കിയുള്ളവർ മുഴുവനും ഹാർട്ടിന്റെ സുക്കേട് വന്ന് മരണപ്പെടുകയാണ്. അതേസമയം 100 ആളെ കിഡ്നി മാറ്റിവെച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ 5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും 90 ആളും സാധാരണ ആൾക്കാരെമാതിരി ജോലിയും ചെയ്ത് ജീവിക്കുക. അപ്പം അത്രയും വ്യത്യാസം രണ്ടും തമ്മിൽ. അപ്പോൾ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ മാറ്റിവെക്കാനാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഡോക്ടറിന്റെ സമയം ഇവിടെ പൂർണ്ണമായി. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നതിന് നന്ദി. താങ്ക് യു.